ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് April 1, 1995 എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ April 1, 1995. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ April 1, 1995. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത് രണ്ട് ഓർഗനൈസേഷൻസ് മേർജ് ചെയ്തിട്ടാണ്. അത് ഒന്ന് ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ IAAI. അത് 1972 ഫോം ചെയ്തത്. ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ IAAI 1972 ഫോം ചെയ്തത്. ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ 1972. അത് കഴിഞ്ഞ് നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിലും കൂടെ വെക്കാം, അല്ലെങ്കിൽ NAA നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി എന്ന് വിളിക്കാം, വിച്ച് ഈസ് ഫോംഡ് ഇൻ 1986. നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ 1986. നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ 1986. ഡേറ്റ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇത് പറയുന്നത്. അപ്പം ഈ ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബേസിക്കലി ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സും ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഹാൻഡിൽ ചെയ്യുമായിരുന്നു. ആൻഡ് നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ നാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫ്ലൈറ്റ്സും ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർ ട്രാവലും ഡൊമസ്റ്റിക് എയർപോർട്ട്സിനെയും ഹാൻഡിൽ ചെയ്യുന്നതായിരുന്നു നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. സിമ്പിൾ ആയിട്ട് ഇന്റർനാഷണൽ എയർപോർട്ട്സ് അസോസിയേഷൻ ഇന്റർനാഷണൽ എയർപോർട്ട്സും നാഷണൽ എയർപോർട്ട്സ് അസോസിയേഷൻ നാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എയർപോർട്ട്സും നോക്കിയെന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും കൂടെ മേർജ് ചെയ്തു എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ട് ഹാൻഡിൽ ചെയ്യും, ഇന്റർനാഷണൽ എയർപോർട്ട്സിനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട്സിനെ ഹാൻഡിൽ ചെയ്യും. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ 137 എയർപോർട്ട്സിനെയാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർ നാവിഗേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യും, ഇന്ത്യയുടെ എയർ സ്പേസ്. പിന്നെ മോഡേണൈസ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും ഇന്ത്യയുടെ എയർ ഏവിയേഷൻ, എയർപോർട്ട്സ്, ഫെസിലിറ്റീസ്, നാവിഗേഷൻ ടെക്നോളജീസ്, ടൂൾസ്, അതെല്ലാം മോഡേണൈസും എക്സ്പാൻഡും ചെയ്യും. എവല്യൂഷൻ ഓഫ് AI, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെയാണ് AI ഫോം ആയത്. AI വരുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലായിട്ടാണ്. മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ മെയിൻ അവരുടെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് മാനേജ്മെന്റ് ആണ്, അപ്ഗ്രേഡിങ്, മെയിൻറ്റെയിനിങ്, ബിൽഡിംഗ് എല്ലാം. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് എയർ നാവിഗേഷൻ സർവീസസ് ആണ്. അപ്പം എങ്ങനെയാണ് എയർ സ്പേസിൽ കൂടെ എയർപ്ലെയിൻസിനെ നാവിഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എയർ ട്രാഫിക് മാനേജ് ചെയ്യുന്നത്. നമുക്ക് ഒരു റൺവേയിൽ തന്നെ ഒരു ഫ്ലൈറ്റ് ലാൻഡും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫും ചെയ്യാൻ പാടില്ലല്ലോ അറ്റ് ദ സെയിം ടൈം. അപ്പം അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതെല്ലാം AIന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ എയർ സ്പേസിലും കൊളിഷൻസ് ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണോ നമ്മുടെ റോഡ് ട്രാഫിക് ഉള്ളത് അതിനേക്കാൾ അത്ര കൺജസ്റ്റഡ് അല്ലെങ്കിലും വളരെ കോംപ്ലക്സ് ആണ് എയർ ട്രാഫിക് മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ എയർക്രാഫ്റ്റ് തമ്മിലുള്ള പൊല്യൂഷൻസ് അവോയ്ഡ് ചെയ്യുക, അതൊക്കെ എയർ നാവിഗേഷൻ സർവീസസിൽ വരുന്നതാണ്. അതെല്ലാം AIയുടെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ്, മോഡേണൈസേഷൻ ഓഫ് എയർപോർട്ട് ഫെസിലിറ്റീസ്, എക്സ്പാൻഷൻ. 137 എയർപോർട്ട്സ് മാനേജ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, എയർ സ്പേസ് മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ വയബിലിറ്റി.
റവന്യൂ ഉണ്ടാക്കുക. അപ്പം വേരിയസ് രീതി കൂടെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഈ ലാൻഡിങ്, എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോഴും എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുമ്പോഴും ഒക്കെ അതിന് ചാർജസ് ഏർപ്പെടുത്തുക. പിന്നെ എയർ സ്പേസ് നാവിഗേറ്റ് ചെയ്യാനുള്ള സർവീസസ് യൂസ് ചെയ്യുന്നതിന് ചാർജസ് ഏർപ്പെടുത്തുക. അതിൽ കൂടെ ഒക്കെ ഇൻകം അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക. പിന്നെ കൺസെഷനും കൊടുക്കാൻ പറ്റും. പ്രൈവറ്റ് കമ്പനീസിനൊക്കെ AI-ക്ക് കൺസെഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു എയർപോർട്ടിൽ ഒരു വലിയ മേജർ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് അവിടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പം റെന്റില് വേണമെങ്കിൽ അവർക്ക് കുറച്ച് കൺസെഷൻ കൊടുക്കാം AI-ക്ക്. അപ്പം പാസഞ്ചേഴ്സിനും അത് ഹെൽപ്ഫുൾ ആണ്. അവർക്ക് ഫുഡ് കഴിക്കാൻ ഒരു നല്ല ഔട്ട്ലെറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റും പ്രോഫിറ്റ് ചെയ്യും, AI-യും പ്രോഫിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് കൺസെഷനും പല കാര്യങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിക്ക് കൊടുക്കാൻ പറ്റും. മെയിൻ്റനൻസ് എയർപോർട്ട് ഔട്ട്സോഴ്സ് ചെയ്യണം, വേറെ ടീമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് അവർക്ക് കൺസെഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ പറ്റി നമ്മൾ കവർ ചെയ്യുന്നത്. വേറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പ്രീവിയസ് ഇയേഴ്സിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് click like and subscribe to my channel. Thank you.